ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കസാക്കിസ്ഥാനിലെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഇന്ത്യൻ മണിയും $US നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തു. ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് ഇന്ത്യൻ റുപ്പി 1 രൂപയ്ക്ക് 5.25. ഇവിടുത്തെ കറൻസിയുടെ പേര് ടെങ്കി എന്നാണ്. $1 ഇവിടുത്തെ റേറ്റ്, ഇന്നത്തെ റേറ്റ് ഞങ്ങൾക്ക് കിട്ടിയത് 480 ടെങ്കിയുമാണ്. ഇവിടുത്തെ കറൻസിയിൽ നോട്ടെന്ന് പറയുമ്പോൾ 1000, 2000, 5000, 10000, 20000, 20000 വരെ ഒറ്റ നോട്ടുണ്ട്. കോയിൻസ് വന്നിട്ട് 10 മുതൽ 500 ടെങ്കി കോയിൻ വരെ കോയിൻസിൽ ഇവിടെ ഉണ്ട്. ഇത് നമ്മളെ ഇവിടുത്തെ എയർപോർട്ടിൽ കണ്ടൊരു വിൻറ്റേജ് കാറാണ് കേട്ടോ. ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. സംഭവം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തുടച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കാണ് വണ്ടി. ഇനി ഇത് എയർപോർട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് വെച്ചതാണോ എന്നറിയില്ല. സംഭവം നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ പേരറിയാമെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ റെഡ് നല്ല റെഡായിരുന്നു കളറ്. പിന്നെ അതുകൊണ്ട് അതിൻ്റെ ഹോണ് പൈപ്പ് ഹോണാണ്. ഹെഡ്ലൈറ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫ്രണ്ട് ഗ്രില്ലും ക്രോമിയം നല്ല ലുക്കായിട്ടുണ്ട്. നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴത്തേനും അവിടെ അവരുടെ ഏതോ ഒരു നാഷണൽ ടീമോ എന്താണെന്ന് തോന്നുന്നു, അവരെന്തോ ഒരു ഗെയിമിന് പോയിട്ട് ട്രോഫിയൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ വരവേൽക്കാനായിട്ട് നിൽക്കുന്ന അവരുടെ ആൾക്കാരാണിത്. അവർ ചോക്ലേറ്റ്സ് നേരെ അവരുടെ മേത്തേക്ക്, അവരുടെ മുഖത്തേക്കൊക്കെയാണ് വീണത്. ചോക്ലേറ്റ് അവർക്ക് നേരെ എറിഞ്ഞുകൊണ്ടാണ് അവരവരെ സ്വീകരിച്ചത്. അതുപോലെ ഇതൊരു ടൈപ്പ് ഒരു ബണ്ണാണ്. പിന്നെ ബീഫ് സ്റ്റീക്ക് പോലെ ചെയ്ത് വെച്ചതും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കത് കഴിക്കാനൊക്കെ തന്നു അവർ. ഇതാണ് ആ ബണ്ണും. ഇത് ബീഫാണ്. ബീഫ് സ്റ്റീക്ക് പോലെയാണ്. നമ്മുടെ ആർത്തിയോടെയുള്ള നോട്ടം കണ്ടിട്ടാണെന്ന് തോന്നണം അവർ നമ്മളോട് ഒരേ കഷ്ണം എടുത്തോളാൻ പറഞ്ഞു. നമ്മളെടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു സംഭവം. പക്ഷെ നമ്മൾ അടുത്തൊരു ചെറിയൊരു ഷോപ്പിംഗ് മോളിൽ കയറി. അവിടെ നമ്മുടെ അരിയും കടലയും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. ഹേസൽനട്ട്, വാൾനട്ട്, അത്യാവശ്യം എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും അവിടെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ നമ്മുടെ ചക്കക്കുരു അതിൻ്റെ ഇടയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ചക്കക്കുരു ആണെന്ന് മനസ്സിലായില്ല. പിന്നീട് അത് മനസ്സിലായത് ചക്കക്കുരുവാണ്. കശുവണ്ടി. ഇതാണ് ചക്കക്കുരു. ചക്കക്കുരുവിന് ഇവിടുത്തെ 1500 ടെങ്കിയാണ് 1 കിലോ വില. അതായത് ഏകദേശം നമ്മളൊരു 290, ഒരു 300 രൂപ അതിനടുത്ത് വരും. ഇവിടെ കശുവണ്ടിക്ക് ഇവിടുത്തെ വില 15000 ടെങ്കീസാട്ടോ. അതായത് ഏകദേശം നമ്മളൊരു 2900, 3000 രൂപയ്ക്ക് അടുത്ത് 1 കിലോ കശുവണ്ടിക്ക് നമ്മുടെ മണി നോക്കുകയാണെങ്കിൽ 3000 രൂപയ്ക്ക് അടുത്ത് വരും. ഇവിടുത്തെ ആളുകൾക്ക് നമ്മളോട് ഭയങ്കര ബഹുമാനവും ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളെ വഴിയിൽ കാണുന്നവരെല്ലാവരും പിടിച്ചു നിർത്തി സെൽഫി എടുക്കുകയും അങ്ങനെ കുശലം പറയാനൊക്കെ ഒത്തിരി ആളുകൾ വഴിയിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ വളരെ ചുരുക്കമാണ്. എല്ലാവരും, കൂടുതലും ആൾക്കാർ ഇവിടുത്തെ ഭാഷ കസാക്കും പിന്നെ റഷ്യനും ഒക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത്. വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ ഇവർ, എനിക്ക് തോന്നുന്നു, ഒരു പടി മുന്നിലാന്ന് തോന്നുന്നു മറ്റു രാജ്യക്കാരേക്കാൾ. ഷോപ്പിംഗ് മാളുകളും മറ്റു സ്ഥലങ്ങളെല്ലാം വളരെ വൃത്തിയായി തന്നെ സൂക്ഷിക്കാൻ ഇവർ നന്നായി ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു കോഫി ഷോപ്പ്, ബാർ, എല്ലാം റെസ്റ്റോറൻറ്റ് എല്ലാമാണ് ഇത്. ഇവിടെ മദ്യവും ജ്യൂസുകളും മറ്റ് ഭക്ഷണം എല്ലാം ലഭിക്കും. ഞങ്ങൾ ചുമ്മാ കയറി, ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. കൂടെയുള്ളവന് മദ്യം കാണണമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് കയറി ഇറങ്ങിപ്പോകുന്നതാണ്. പിന്നീട് നമ്മൾ ഷോപ്പിംഗ് മാളിൻ്റെ പുറത്ത് നമ്മളൊരു ജ്യൂസ് സ്റ്റോൾ കണ്ട്. അപ്പോൾ അവിടെ നിന്ന സെയിൽസ് ഗേൾ നമ്മളടുത്ത് പറഞ്ഞു ഇതൊക്കെ ജ്യൂസാന്ന് പറഞ്ഞു. അപ്പോൾ മാംഗോ, ഓരോ ഫ്ലേവേഴ്സ് പറഞ്ഞു, മാംഗോ, ഗ്രേപ്സ്. അപ്പോൾ നമ്മളോർത്ത് അതിൻ്റെ ജ്യൂസ് ആയിരിക്കും എന്നും പറഞ്ഞ് നമ്മൾ പോരട്ടെ ഒരു പൂത്നിക്ക എന്ന് പറഞ്ഞിട്ടൊരു റെഡ് കളർ, നമ്മളോർത്ത് എന്തെങ്കിലും ഇവിടുത്തെ പ്രത്യേകതരം പഴമായിരിക്കും, അതിൻ്റെ ജ്യൂസായിരിക്കും എന്നോർത്ത് വാങ്ങിച്ചു. പക്ഷേ പണി കിട്ടി. അത് മുഴുവൻ ഐസ്. ഒരു ഗ്ലാസ്സിന് ഇവിടുത്തെ കറൻസി 500 ടെങ്കീസായിരുന്നു. നമ്മൾ ആക്രാന്തം മൂത്ത് വാങ്ങിച്ചതാണ്.
പക്ഷേ മുഴുവൻ ഐസ് ക്യൂബ്സ് ഫ്ലേവേഡ് ഐസ് തരികളാണെന്ന് നമുക്ക് തൊണ്ടയിൽ കൂടി ഇറങ്ങിപ്പോണത് വരെ ശരിക്കും മനസ്സിലാവുമായിരുന്നു. ഇങ്ങനെ ഐസ് തരികളാണത് ഫുള്ള്, ജ്യൂസൊന്നും അല്ലായിരുന്നു. പിന്നെ വാങ്ങിച്ചവൻ എന്താ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്നുണ്ടോ, മുഴുവൻ കുടിച്ച് തീർത്തു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ തൽക്കാലം വിട പറയുന്നു, സൈനിങ് ഓഫ് ചെയ്യുന്നു. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം ജിത്തുനാഥ്. താങ്ക് യു.